നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ? ദൈവത്തെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏത് രൂപത്തിലാണ്? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. ദൈവത്തിന്റെ സ്പർശനമേറ്റ പല കഥകളും നമ്മൾ കേട്ടിട്ടുമുണ്ട്. ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലും നിസ്സഹായ അവസ്ഥയിലും ദൈവത്തെ വിളിക്കാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ സ്വർഗം സന്ദർശിച്ച് മടങ്ങി വന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായി തോന്നിയേക്കാം. പക്ഷേ ഇതൊരു കെട്ടുകഥയല്ല. അതിതീവ്രമായി ഒരുവിധം മരണത്തിന് കീഴ്പ്പെടുകയും പിന്നീട് ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും ചെയ്ത 4 വയസ്സുകാരന്റെ കഥയാണ്. അവിശ്വസനീയമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നടന്ന സംഭവം തന്നെയാണ്. ചെറിയ പട്ടണമായ നെബ്രസ്കയിൽ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ടോഡ് ബെർപ്പോ ഒരു ഫയർമാനാണ്. അതുകൂടാതെ പാർട്ട് ടൈമായി പള്ളിയിൽ സർവീസ് നടത്തുന്ന ഒരു പാസ്റ്ററും കൂടിയാണ് അദ്ദേഹം. ഭാര്യ സോനിയ ബെർപ്പോ, കാസി എന്നൊരു മകളും കോൾട്ടൺ എന്നൊരു മകനുമുണ്ടവർക്ക്. ടോഡ് പാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ കുടുംബം വളരെ ദൈവവിശ്വാസികളായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുമ്പോഴാണ് അവരുടെ മകൻ കോൾട്ടന് ഒരു പനി വരുന്നത്. ആദ്യം ഒരു സാധാരണ പനിയായിരിക്കുമെന്നാണ് ടോഡും ഭാര്യയും വിചാരിച്ചത്. പക്ഷേ പനിയുടെ തീവ്രത കൂടുകയും ഛർദ്ദലും അതിതീവ്രമായ വയറുവേദനയും കോൾട്ടന് അനുഭവപ്പെട്ടു. 4 വയസ്സുള്ള കോൾട്ടൺ വാവിട്ട് കരയുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ടോഡും ഭാര്യയും സ്തംഭിച്ചുപോയി. വേഗം തന്നെ അവര് മകനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. പരിശോധനയുടെ അവസാനം കോൾട്ടന് അപ്പൻഡിക്സ് ആണെന്ന് കണ്ടെത്തി. ഇത് കേട്ട് ടോഡിനും ഭാര്യയ്ക്കും സമാധാനമായി. കാരണം അപ്പൻഡിക്സ് പലർക്കും കണ്ടുവരാറുണ്ട്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ. കുറച്ച് സീരിയസ് ആയ ഒരു അവസ്ഥയിലോട്ട് കോൾട്ടന്റെ രോഗം കടന്നിരുന്നു. ഡോക്ടേഴ്സ് കോൾട്ടന്റെ പാരൻസിനോട് കാര്യത്തിന്റെ തീവ്രത പറഞ്ഞു മനസ്സിലാക്കി. അതായത് ഇതൊരു സാധാരണ അസുഖമല്ല, കുറച്ച് സിവിയറായ അവസ്ഥയിലാണ് കോൾട്ടൺ ഇപ്പോഴുള്ളത്. എത്രയും വേഗം സർജറി ആവശ്യമാണ്. ഈ സർജറി നടത്തുന്നത് കുറച്ച് റിസ്ക്കാണ്. ഒരുപക്ഷേ കോൾട്ടന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കേട്ട കോൾട്ടന്റെ പാരൻസ് ആകെ തകർന്നുപോയി. പക്ഷേ സമയം കളയാനില്ല. കാരണം കോൾട്ടന്റെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സർജറി നടത്താൻ ആവശ്യപ്പെട്ടു. ടോഡും ഭാര്യയും ആകെ വിഷമത്തിലാണ്. ഏതൊക്കെ ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കോൾട്ടനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന കാഴ്ചയും കണ്ട് പരിഭ്രാന്തരായി നോക്കി നിന്നു. കോൾട്ടൻ രക്ഷപ്പെടുമോ എന്ന ഭയത്തിൽ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് അവിടെയിരുന്നു. പെട്ടെന്ന് ടോഡ് പറഞ്ഞു, ഞാനിപ്പോ വരാം, എന്തെങ്കിലുമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അതു പറഞ്ഞ് ടോഡ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സോന്യ ഒറ്റയ്ക്കിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലാണ്. പെട്ടെന്ന് തന്നെ കോൾട്ടന്റെ അമ്മ പരിചയക്കാരെ എല്ലാം വിളിക്കുകയാണ്. അവരോട് പറയുകയാണ്, കോൾട്ടന് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ഇപ്പോ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സീരിയസ് ആണ്, നിങ്ങളെല്ലാവരും അവനു വേണ്ടി പ്രാർത്ഥിക്കണം. ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും എല്ലാവരോടും വിളിച്ചു പറയുകയാണ്. ടോഡ് നേരെ പോയത് പള്ളിയിലേക്കാണ്. അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് ദൈവത്തിനോട് ചോദിക്കുകയാണ്, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം നീ മറന്നുപോയോ? ഇപ്പോൾ നീ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പോവുകയാണോ? നിങ്ങളുടെ പാസ്റ്റർമാരോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എനിക്കിനി ഒന്നും നോക്കാനില്ല. എനിക്കെൻ്റെ മകനെ തിരിച്ചു വേണം. ദേഷ്യവും അമർഷവും എല്ലാം അടങ്ങിയതായിരുന്നു ആ സംഭാഷണം. അദ്ദേഹത്തിന്റെ ഇത്രയും നാളുണ്ടായിരുന്ന വിശ്വാസം തന്നെ തകർന്നുപോയി. മുന്നിലിരിക്കുന്ന കസേര വലിച്ചെറിയുന്നുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം ടോഡും ഭാര്യയും മകനു വേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടേഴ്സ് വന്നു. കോൾട്ടൻ സേഫാണെന്ന് പറഞ്ഞു. കോൾട്ടന്റെ പാരൻസിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ കൈവിട്ടു പോയി എന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ദൈവം അവരെ കൈവിട്ടില്ല. അവർക്ക് വളരെ സന്തോഷമായി.
പ്രാർത്ഥിച്ചവരോടെല്ലാം വിളിച്ച് നന്ദി പറഞ്ഞു. കോൾട്ടൺ പരിപൂർണ ആരോഗ്യവാനായി. ആ കുടുംബം പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഒരു ദിവസം കോൾട്ടനും അച്ഛനും കൂടി പാർക്കിൽ കളിക്കാൻ പോയി. അങ്ങനെ പല സംസാരത്തിനിടയിൽ കോൾട്ടൻ പറഞ്ഞു, "അച്ഛാ, എനിക്കിപ്പോ ഒന്നിനെയും പേടിയില്ല. നമ്മൾ ശരിക്കും ഒന്നിനെപ്പറ്റിയും ഈ ലോകത്ത് പേടിക്കേണ്ട കാര്യമില്ല." അച്ഛൻ ചോദിച്ചു, "അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി കിടന്നപ്പോൾ പേടിച്ചില്ലേ?" കോൾട്ടൻ പറഞ്ഞു, "ഇല്ല, അവിടെ വെച്ചാണ് ഞാൻ മാലാഖമാരെ കണ്ടത്. എന്റെ ശരീരം മുകളിലേക്ക് ഉയർന്നു പോകുന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്തു. അതിനുശേഷം ഞാൻ അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ ഞാൻ കണ്ട കാഴ്ച, എന്റെ അമ്മ എല്ലാവരെയും ഫോൺ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരഞ്ഞു പറയുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത മുറിയിലേക്കാണ് പോയത്. അവിടെ ഞാൻ കണ്ടത് അച്ഛൻ ദൈവത്തെ വിളിച്ച് പൊട്ടിക്കരയുന്നതാണ്. ദൈവത്തോട് ദേഷ്യത്തോടെ എന്റെ മകനെ എനിക്ക് തിരിച്ചു വേണമെന്ന് പറയുന്ന കാഴ്ചയാണ്." ഇതൊക്കെ കേട്ട് ടോഡ് എന്തു പറയണമെന്നറിയാതെ കോൾട്ടൻ വീണ്ടും പറഞ്ഞു, "ഞാൻ സ്വർഗം കണ്ടു. അവിടെ കുറെ മാലാഖമാരുണ്ട്. അവിടെ വെച്ച് ഞാൻ ദൈവത്തെ കണ്ടു." ഈ കഥ ടോഡ് ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പറഞ്ഞു. താമസിയാതെ നാട്ടിലൊക്കെ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു ലോക്കൽ റിപ്പോർട്ടർ കോൾട്ടനെ കാണാനെത്തി. പക്ഷേ ടോഡിന് ഇതൊരു ന്യൂസാക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. റിപ്പോർട്ടർ കോൾട്ടനോട് ചോദിച്ചു, "മോൻ ശരിക്കും സ്വർഗം കണ്ടോ?" "സ്വർഗം എങ്ങനെയുണ്ട്?" കോൾട്ടൻ പറഞ്ഞു, "ഞാൻ കണ്ടു. ഇവിടത്തെ പോലെ തന്നെ, പക്ഷെ നല്ല കളർഫുള്ളാണ്. നല്ല ഭംഗിയുമുണ്ട്. അവിടെ ഞാൻ ദൈവത്തെ കണ്ടു" എന്നൊക്കെ പറഞ്ഞ് വിവരിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം ടോഡ് ഒരു മരണം കൂടാൻ കോൾട്ടനെയും കൊണ്ടുപോയി. മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞ് അവർ തിരികെ മടങ്ങി. രാത്രി കോൾട്ടൻ ഉറങ്ങാൻ കിടക്കുകയാണ്. കോൾട്ടൻ അച്ഛനോട് പറഞ്ഞു, "അച്ഛാ, നമുക്കൊരു അപ്പൂപ്പനുണ്ടായിരുന്നില്ലേ? ആ അപ്പൂപ്പനെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടിരുന്നു." ടോഡ് വേഗം പോയി അപ്പൂപ്പന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നു. കോൾട്ടൻ പറഞ്ഞു, "ഇതല്ല ഞാൻ കണ്ട അപ്പൂപ്പൻ. സ്വർഗത്തിൽ ആർക്കും ഇത്രയും പ്രായമില്ല. എല്ലാവരും നല്ല യങ്ങായി." ടോഡ് പെട്ടെന്ന് എവിടുന്നൊക്കെയോ തപ്പിയെടുത്ത് അപ്പൂപ്പന്റെ പഴയ ഒരു കല്യാണ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോ കോൾട്ടൻ പറഞ്ഞു, "ഇത് തന്നെയാണ് ഞാൻ കണ്ട അപ്പൂപ്പൻ." ഇത് കേട്ടപ്പോ ടോഡിന് അത്ഭുതം തോന്നി. കോൾട്ടൻ ജനിക്കുന്നതിന് 30 വർഷം മുൻപ് കാറപകടത്തിൽ മരിച്ച അപ്പൂപ്പന്റെ ഫോട്ടോ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് അധികം അറിയത്തുമില്ല. അങ്ങനെ അടുത്ത ദിവസം അമ്മയുമായി കളിക്കുന്നതിനിടയിൽ അമ്മയോട് കോൾട്ടൻ ചോദിച്ചു, "അമ്മേ, എനിക്കൊരു ചേച്ചിയുണ്ടായിരുന്നില്ലേ?" അമ്മ പറഞ്ഞു, "നിന്റെ ചേച്ചി കാസിയല്ലേ?" കോൾട്ടൻ പറഞ്ഞു, "കാസിയല്ല, എനിക്ക് വേറൊരു ചേച്ചിയുണ്ടായിരുന്നു. അമ്മയുടെ വയറ്റിൽ വെച്ച് മരിച്ചു." ഇത് കേട്ടപ്പോ അമ്മ ആകെ തകർന്നു പോയി. കാരണം അവർക്ക് കോൾട്ടന്റെ മുൻപ് ഒരു കുഞ്ഞുകൂടിയുണ്ടായിരുന്നു. അത് വയറ്റിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. പക്ഷേ ഈ കാര്യം ഒരു കാരണവശാലും കോൾട്ടൻ അറിയാൻ സാധ്യതയില്ല. ആർക്കും തന്നെ അറിയത്തുമില്ല. അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ ചുമ്മാ ബോധമില്ലാതെ ഇങ്ങനെ പറയുന്നതല്ലെന്ന്. കോൾട്ടൻ പറഞ്ഞു, "ഏകദേശം അമ്മേനെയും കാസീനെയും പോലെയാണ് ഇരിക്കുന്നത്. എന്നെ കണ്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ തന്നു." ഇതെല്ലാം കോൾട്ടന്റെ അച്ഛനും കാണുന്നുണ്ടായിരുന്നു. കോൾട്ടൻ വേദനാജനകമായ ശസ്ത്രക്രിയയിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടതും മകനിലുള്ള വ്യത്യാസവും അത്ഭുതകരമായ സ്വർഗീയ സാഹസികതയും ആശ്ചര്യപ്പെടുത്തുന്ന വിശദാംശങ്ങളും സ്വകാര്യ കുടുംബകാര്യങ്ങളും പങ്കിട്ടപ്പോൾ കോൾട്ടന്റെ മാതാപിതാക്കൾ സ്തംഭിച്ചുപോയി. ഈ കഥ പിന്നീട് നാട്ടിലറിയുകയും കോൾട്ടനെ തേടി പലരുമെത്തി. ഈ കഥ പിന്നീട് കോൾട്ടന്റെ അച്ഛൻ ടോഡ് ബെർപ്പോ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും പിന്നീട് സിനിമയായി പുറത്തിറങ്ങുകയും ചെയ്തു. ഇത് ബെർപ്പോ കുടുംബത്തിന്റെ വിശ്വാസമാണ്. അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം അവരെ ചേർത്തു പിടിച്ചു. ചിലരൊക്കെ ദൈവത്തെ വിളിക്കുന്നത് രോഗാവസ്ഥയിലോ വിഷമഘട്ടത്തിലോ മാത്രമാണ്. എത്ര പ്രയാസങ്ങൾ വന്നാലും ദൈവത്തെ ചേർത്തു പിടിക്കുന്നവരും എന്നാൽ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്കും ദൈവത്തെ പഴിക്കുന്നവരുമുണ്ട്. ചിലർ പറയുന്നു ദൈവം നമുക്കുള്ളിലെ നന്മയാണെന്ന്. ആ ഊർജം നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട്. അതിനെ കണ്ടെത്തുവാനും
തിരിച്ചറിയുവാനും സാധിക്കട്ടെ.